ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പെരലെന്നെ പപ്പായ സോപ്പ് എങ്ങനെ ആക്കുന്നതെന്ന് കാണിച്ചു തരാം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. ഒരു പപ്പായൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് പാങ്ങിൽ കയ്യെ പിന്നെ അതിൻ്റെ കുരുവെല്ലാം എടുത്തിട്ട് പപ്പായ ചെറുതായിട്ട് കട്ടാക്കിയിട്ടെടുക്കാം. ഇനി അതിനെ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. ഇപ്പം നല്ല നൈസായിട്ട് അരച്ചെടുത്തിന് അതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനൊരു 250 ഗ്രാം ബേസ് എടുത്തിട്ട് അതിനെ ചെറുതായിട്ട് കട്ടാക്കി കൊടുത്തിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജാസ്തി ബേസ് എടുത്തോളാം. ഒരു 1/2 കിലോൻ്റെത് 1 കിലോൻ്റെ എത്ര വേണമെങ്കിൽ ആക്കിക്കോളാം. നിങ്ങൾക്ക് വേണ്ടിയ ക്വാണ്ടിറ്റി ഇതാക്കിയിട്ട് ഞങ്ങൾക്ക് പെരൽ ഞങ്ങൾക്ക് യൂസ് ആക്കാനുള്ള എത്ര മാത്രം ആക്കിനെ. അങ്ങനെ അത് ചെറുതായിട്ട് കട്ടാക്കിയ പിന്നെ ഞാൻ ഗ്യാസിൽ വെള്ളം ചൂടാവാൻ വെച്ച് ഡബിൾ ബോയിലിംഗ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഞാൻ ഈ ബേസ് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിനെ നല്ലോണം മിക്സാക്കി അത് ഫുള്ള് മെൽട്ടാകുന്നിടത്തോളം അതിനെ നല്ലോണം മിക്സ് ആക്കണം. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിന്. ഞാനിവിടെ 2 വിറ്റമിൻ ഇ ക്യാപ്സുൽ എടുത്തിട്ട് അതിനിങ്ങനെ കട്ടാക്കിയിട്ട് അതിൽ ഒഴിച്ച് കൊടുത്ത്. ഇപ്പം നിങ്ങൾ 1/2 കിലോൻ്റെ ആക്കുന്നെങ്കിൽ 4 വിറ്റമിൻ ഇ ക്യാപ്സുൽ എടുത്തോളൂ. ഞാനിവിടെ 250 ഗ്രാമിൻ്റെ ആക്കുന്നത് കൊണ്ട് 2 വില. പിന്നെ ടീ ട്രീ ഓയിൽ, എസൻഷ്യൽ ഓയിൽ ഇത് ഒരു 3-4 തുള്ളി അങ്ങനെ ഇറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി 3 സ്പൂണിൻ്റെ അത്ര പപ്പായ അരച്ചതിട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ജാസ്തി ഇതിടാൻ പാടില്ല പപ്പായ പേസ്റ്റ്. അത് ജാസ്തി ആയെങ്കിൽ പിന്നെ അത് ഗട്ടിയാവാൻ ബുദ്ധിമുട്ടാവും. അതിന് ഇപ്പം ഞാൻ കുറച്ച് ബേസ് എടുത്തത് കൊണ്ട് ഞാനൊരു 3 സ്പൂൺ ഇട്ടിന്. നിങ്ങൾ ഒരു 1/2 കിലോ എങ്കിൽ ഒരു 6 സ്പൂൺ ഇട്ടുള്ളൂ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇങ്ങനത്തെ കപ്പിലേക്ക് പാങ്ങ് തടയി കൊടുക്കാം. ഇത് ഞങ്ങൾ ഫങ്ഷൻക്ക് പായസമെല്ലാം കുടിക്കുന്ന അങ്ങനത്തെ ഗ്ലാസ് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ സോപ്പ് ആക്കുന്ന ഇത് കിട്ടുന്നു. ഞാൻ ഇതിൽ തന്നെ ആക്കൽ. അങ്ങനെ ഇതിനെല്ലാം പാങ്ങിൽ എണ്ണ തടയി കൊടുത്ത പിന്നെ ഇതിനെ നല്ലോണം മിക്സ് ആക്കിയിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കാം. ഞങ്ങൾ സോപ്പാക്കുമ്പോൾ നൈറ്റാക്കിയിട്ട് ഇതേപോലെ കപ്പിൽ ഒഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കറക്റ്റ് ഗട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ഇങ്ങനെ നൈറ്റ് തന്നെ ആക്കി വെക്കൽ. അങ്ങനെ ഇതിനെല്ലാം ആ കപ്പിലേക്ക് ഒഴിച്ചിട്ടായി ഫുള്ള് ഒരു നൈറ്റ് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ വാങ്ങൽ നല്ല ഗട്ടിയായിന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.